everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 86th lecture on Strategic Cost and Management Accounting. This lecture is based on Business Analysis Embedded in Enterprise Performance Management, which is the 6th module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about techniques for business analysis, and in this lecture we are going to continue with the same topic, that is techniques for business analysis. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇൻ ദിസ് ലെക്ചർ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ പ്രൊഹിബിറ്റഡ് റൂട്ട്സ്, ഡീജനറസി, അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്, മാക്സിമൈസേഷൻ ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൊഹിബിറ്റഡ് റൂട്ട്സ്. Sometimes, because of various reasons, some of the routes available may have restrictions for transportation. Due to various reasons, sometimes transportation ഉള്ള ആ റൂട്ട്സിൽ certain restrictions ഉണ്ടായിരിക്കും. നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷനിൽ വേരിയസ് ഒറിജിൻസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സിംഗിൾ ഹോമോജീനിയസ് കമ്മോഡിറ്റിയുടെ വേരിയസ് ക്വാണ്ടിറ്റീസ് ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. ആൻഡ് വേരിയസ് റീസൺസ് കൊണ്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കേണ്ട റൂട്ട്സിൽ സർട്ടൺ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. സച്ച് പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ അസൈനിങ് എ വെരി ഹൈ കോസ്റ്റ് ടു ദ റെസ്ട്രിക്റ്റഡ് റൂട്ട് സോ ദാറ്റ് ദ റൂട്ട് ഈസ് ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റഡ് ഡ്യൂറിങ് ദ സൊല്യൂഷൻ. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനായിട്ട് റെസ്ട്രിക്റ്റഡ് റൂട്ടിൽ ഹൈ കോസ്റ്റ്, വെരി ഹൈ കോസ്റ്റ് അസൈൻ ചെയ്യും. സോ ആ റൂട്ട് സൊല്യൂഷനിൽ ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ചെയ്യപ്പെടും. സോ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ റൂട്ട്സിലുള്ള റെസ്ട്രിക്ഷൻസ് പരിഹരിക്കുന്നതിന് വേണ്ടി റെസ്ട്രിക്റ്റഡ് റൂട്ടിൽ വെരി ഹൈ കോസ്റ്റ് അസൈൻ ചെയ്യും. സോ ഡ്യൂറിങ് ദി സൊല്യൂഷൻ ഈ റെസ്ട്രിക്റ്റഡ് റൂട്ട് ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ചെയ്യപ്പെടും. നെക്സ്റ്റ് വൺ ഇസ് ഡീജനറസി. Degeneracy occurs whenever the number of individual allocations is less than m plus n minus 1, where m and n are respectively the number of rows and columns of the transportation matrix. Degeneracy ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ അലോക്കേഷൻസ് എം പ്ലസ് എൻ മൈനസ് വണ്ണിനേക്കാളും കുറവാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഡീജനറസി ഒക്കർ ചെയ്യുന്നത്. ഇതിൽ എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസും എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസുമാണ് ട്രാൻസ്പോർട്ടേഷൻ മെട്രിക്സിൽ. ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ക്യാൻ ഡെവലപ്പ് ഇൻ ടു വേസ്. ഫസ്റ്റ് വൺ ഇസ് ദ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ മേ ബി ഡീജനറേറ്റ് ഫ്രം ദ ഇനിഷ്യൽ സ്റ്റേജ് ഓൺവേർഡ്സ്. സെക്കൻഡ് വൺ ഇസ് ദേ മേ ബിക്കം ഡീജനറേറ്റ് ഇൻ എനി ഇമ്മീഡിയറ്റ് സ്റ്റേജ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഡീജനറസി ഒക്കർ ചെയ്യുന്നത് ടു വേസിലാണ്. ഫസ്റ്റ് വൺ ഇസ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഇനിഷ്യൽ സ്റ്റേജ് മുതലേ ഡീജനറേറ്റ് ചെയ്യപ്പെടാം. സെക്കൻഡ് വൺ ഇസ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ മറ്റേതെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് സ്റ്റേജിൽ, അതായത് ഇനിഷ്യൽ സ്റ്റേജ് അല്ലാതെ ഒരു സബ്സീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റേജിൽ ഡീജനറേറ്റ് ചെയ്യപ്പെടാം. ഇൻ സച്ച് കേസസ് റീഅലോക്കേറ്റ് ഡെൽറ്റ ടു വൺ ഓർ മോർ എം ടി സെൽസ് സോ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് അലോക്കേഷൻസ് ഇസ് എം പ്ലസ് എൻ മൈനസ് 1. ഈ ഒരു കേസിൽ ഡെൽറ്റ വൺ ഓർ മോർ എം ടി സെൽസിലേക്ക് റീഅലോക്കേറ്റ് ചെയ്യുക. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് അലോക്കേഷൻസ് എം പ്ലസ് എൻ മൈനസ് 1 ആകും. ഡെൽറ്റ ഈസ് എ വെരി സ്മോൾ നമ്പർ ഓൾമോസ്റ്റ് ഈക്വൽ ടു 0. ഡെൽറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി സ്മോൾ നമ്പർ, ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് വൺ ഈസ് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്. A transportation problem is said to be an unbalanced transportation problem if the sum of all available amounts, quantities in all origins together, is not equal to the sum of all requirements in all destinations together. ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആകുന്നത് എപ്പോഴാണ്? എല്ലാ അവൈലബിൾ എമൗണ്ട്സിൻ്റെയും സം, അതായത് എല്ലാ ഒറിജിൻസിലും കൂടി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്വാണ്ടിറ്റീസിൻ്റെ സമ്മും എല്ലാ ഡെസ്റ്റിനേഷൻസിലെയും എല്ലാ റിക്വയർമെൻറ്റ്സിൻ്റെയും സമ്മും ഈക്വൽ അല്ല, ദേ ആർ ഡിഫറെൻറ്റ്. ആ ഒരു കേസിലാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആകുന്നത്. ആൻഡ് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഇസ് കൺവേർട്ടഡ് ഇൻ ടു എ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം by introducing fictitious source or destination which will provide the surplus supply or demand. അതായത് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമായി കൺവേർട്ട് ചെയ്യുന്നതിന് ഫിക്റ്റീഷ്യസ് സോഴ്സോ ഫിക്റ്റീഷ്യസ് ഡെസ്റ്റിനേഷനോ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആൻഡ്
It will provide surplus supply or demand. Next one is maximization in transportation problems. A transportation problem in which the objective is to maximize can be solved by converting the given maximization problem to a minimization problem. അതായത് നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ആണ്, അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് എങ്കിൽ ഈ പ്രോബ്ലത്തിനെ മിനിമൈസേഷൻ പ്രോബ്ലമായി കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് സോൾവ് ചെയ്യുന്നത്. ഫോർ ദിസ് സെലക്ട് ഹയസ്റ്റ് വാല്യൂ ആൻഡ് സബ്ട്രാക്ട് ഓൾ അതർ വാല്യൂസ് ഫ്രം ദ ഹയസ്റ്റ് വാല്യൂ. ഇതിനായി ഹയസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്യും ആൻഡ് മറ്റ് വാല്യൂസിൽ നിന്നും ഈ ഹയസ്റ്റ് വാല്യൂ സബ്ട്രാക്ട് ചെയ്യും. ഇത്രയുമാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്. താങ്ക് യു.